ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 14ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങളും കുഞ്ഞിലുണ്ടാകുന്ന മാറ്റങ്ങളും കുഞ്ഞിന്റെ സൈസ്, കുഞ്ഞിന്റെ വെയിറ്റ്, ഈ വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുമാണ്. 14ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 4ാം മാസത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ വീക്കിൽ പ്രഗ്നൻസി ഹോർമോൺസ് എല്ലാം ഏകദേശം നോർമൽ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗർഭിണിക്ക് മുമ്പുണ്ടായിരുന്ന ലക്ഷണങ്ങളായിട്ടുള്ള ക്ഷീണം, ഛർദിലൊക്കെ കുറവായിരിക്കും. ചിലർക്ക് ഛർദിൽ മുഴുവനായിട്ടും ഇല്ലാതാവുന്നതാണ്, എന്നാൽ മറ്റു ചിലർക്ക് വല്ലപ്പോഴും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. എന്നാൽ ചുരുക്കം ചിലർക്ക് ഈ ഒരു ടൈമിലും പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ കാണിക്കുന്നതാണ്. മറ്റു ലക്ഷണങ്ങളായിട്ടുള്ള ബ്രസ്റ്റ് പെയിൻ കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ബ്രസ്റ്റിന്റെ സൈസ് കൂടുതലായിരിക്കും. ഏരിയോളയുടെ ഭാഗം കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടും കുറച്ചുകൂടെ സൈസും കൂടിയിട്ടായിരിക്കും. ബ്രസ്റ്റില് ബ്ലൂ കളറിലുള്ള വെയിൻസ് കാണാൻ കഴിയും. ബ്രസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ചെറിയ രീതിയിൽ കൊളസ്ട്രോൾ പുറത്തു വരും. അതുപോലെ ഗ്യാസിന്റെ പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, വയറിന്റെ സൈഡിലായിട്ടുള്ള വേദന, അടിവയർ വേദനയൊക്കെ സാധാരണയാണ് ഈ ടൈമിൽ. ഇത് യൂട്രസിന്റെ സൈസ് വലുതാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ചിലർക്ക് മോണവീക്കം, മോണയിൽ നിന്ന് രക്തം വരിക, ബോഡി ടെമ്പറേച്ചർ കൂടുക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുക തുടങ്ങിയവയും കാണും. വോമിറ്റിംഗ് കുറവുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ അത്യാവശ്യത്തിന് കഴിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടാൻ സാധ്യത കൂടുതലാണ്. വയറിന്റെ സൈസ് കൂടുതലായിരിക്കും. വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും ഈ വീക്കില്. അതുപോലെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി കുഞ്ഞിന്റെ വളർച്ച എന്താണെന്ന് നോക്കാം. മനുഷ്യരൂപത്തിലേക്ക് കുഞ്ഞ് എത്തിയിട്ടുണ്ടാവും ഈ ടൈമിൽ. മുമ്പത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ ബോഡിയേക്കാളും വലുതായിരുന്നു തല. എന്നാൽ ഈ ഒരു ആഴ്ച മുതൽ കുഞ്ഞിന്റെ തലയേക്കാൾ കൂടുതൽ കുഞ്ഞിന്റെ ശരീരം വളരുന്നതാണ്. സെക്സ് ഓർഗൻസ് പൂർണ്ണമായും രൂപപ്പെടുന്നതാണ്. കുഞ്ഞ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും വയറിനകത്ത്. കയ്യും കാലും നിവർത്താനും മടക്കാനും അതുപോലെ തന്നെ കുഞ്ഞ് ചവിട്ടാനും ഒക്കെ തുടങ്ങും. കഴുത്ത് കുറച്ചുകൂടി നീളം വെക്കുന്നതാണ്. കുഞ്ഞിന്റെ താടിയിലും അപ്പർ ലിപ്പിന്റെ മേളിലുമായിട്ട് ചെറുതായിട്ട് രോമങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതാണ്. മുഴുവനായിട്ടും കുഞ്ഞിന്റെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള രോമങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതാണ്. ഇത് കുഞ്ഞിന് ചൂടായിട്ടുള്ള ഫീല് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുഴുവനായിട്ടും ഡെലിവറിക്ക് മുമ്പ് പൊഴിഞ്ഞു പോകുന്നതാണ്. ലിവർ ബൈൽ ഉൽപ്പാദിപ്പിക്കുകയും കിഡ്നി യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞ് കുടിക്കുകയും അത് മൂത്രമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ ടൈമില്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവല് ഈ വീക്ക് മുതലാണ് കൂടാൻ തുടങ്ങുക. തലയുടെ മുകൾ ഭാഗത്ത് മുടി വളരുന്നുണ്ടാവും. കുഞ്ഞിന്റെ കൺപീലി വളരുന്നുണ്ടാവും. കുഞ്ഞിന്റെ ബോഡിയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഉമിനീരിന്റെ ഗ്രന്ഥിയായിട്ടുള്ള സലൈവറി ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിൽ 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ നാവിൽ ധാരാളം ടേസ്റ്റ് ബഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ ലെങ്ത് 9 സെന്റിമീറ്ററും കുഞ്ഞിന്റെ വെയിറ്റ് 43 ഗ്രാമുമാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണത്തിൽ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. ഇലക്കറികൾ ധാരാളം കഴിക്കുക. അതുപോലെ പാല്, മുട്ട, നട്ട്സ് ഒക്കെ കഴിക്കണം. ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഷുഗറിന്റെയും ഉപ്പിന്റെയും ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചായ, കാപ്പി ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.